അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശ്രോതാക്കളെ, നമ്മളിടയിൽ ചില വിധേയ കക്ഷികൾ ഇറക്കുന്ന വേല, അത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അന്ന് കാണിച്ചു തന്നിട്ടുണ്ട് സംഭവം. കാരണം മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അടുത്തേക്ക് പോയ കാത്തിബ് ഉണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത്. കാത്തിബ് എന്ന് പറഞ്ഞാൽ നിഴലിന് പിന്തുടരണം, അപ്പോഴേ എഴുതി വെക്കാൻ പറ്റൂ. അങ്ങനെ നിഴലിന് പിന്തുടർന്ന ആ കാത്തിബ് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അടുത്ത് പോയിട്ട് ലോകത്തോടായിട്ട് പ്രഖ്യാപിക്കാൻ, ഞാൻ കണ്ടവനാണ്, ഞാൻ ഇന്നത് ചെയ്തതാണ്, ആ മുഹമ്മദിന് അബദ്ധം പറ്റിയിട്ടുണ്ട് അടുത്തിപ്പോയി. അപ്പോൾ ഈ കാത്തിബ് ഹൃദയത്തിൽ കുഫ്ർ ഉണ്ടെന്നുള്ള കാര്യം നബി തങ്ങൾക്ക് കാണാതെ പോയി എന്നാണ് അപ്പം നമ്മൾ വിശ്വസിക്കേണ്ടത്? അങ്ങനെ വിശ്വസിക്കണോ? അതല്ല, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ പലതും സംഭവിക്കും, ആ സമയത്ത് നിങ്ങൾ എന്ത് അനുഷ്ഠിക്കണം എന്നുള്ള പാഠമാണ് നടത്തുന്നത്. ഏതായാലും നിങ്ങൾ അവൻ്റെ ഈ വീഡിയോ, ഒരാളെ വീഡിയോ ഉണ്ട്, അതൊന്ന് കേൾക്കിങ്ങൾ, സേറെ മുബാറക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ, അതൊന്ന് കളിക്കും. ഈ ഒരു സമ്മതമൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല. ഒരു 70 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അവിടുത്തെ വിസ ഇങ്ങനെ നീട്ടി പോവാണ്. ഇതിനു വേണ്ടി മാത്രമല്ല, എനിക്ക് വേറെയും ചില കാര്യങ്ങൾ UAE ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ നീട്ടി ഏകദേശം 70 ദിവസം ആയതിൻ്റെ ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. എൻ്റെ കൂടെ ഉസ്മാൻ സഖാഫിയുണ്ട്. എന്തിനു വേണ്ടി? ഒന്നുകിൽ ഈ പുസ്തകം കിട്ടണം, അല്ലെങ്കിൽ സനത് കിട്ടണം. ഇതിനു വേണ്ടി ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയൊക്കെ വളരെ മാറിയിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് സനത് ചോദിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ മുക്കല്ലിദുകളാണ്. നമുക്ക് ഷാഫി മദ്ഹബ്, മറ്റ് മദ്ഹബുകാരല്ല. ഈ മുക്കല്ലിദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഗുരുവിനെ തെളിവുകൾ ചോദിക്കാതെ നേരിട്ട് അനുകരിക്കുക എന്നതാണല്ലോ. ഈ തെളിവ് ചോദിക്കുക, പ്രമാണം ചോദിക്കുക, സനത് ചോദിക്കുക എന്നുള്ളതൊക്കെ പുത്തൻവാദികൾ, മുബ്തദീങ്ങളുടെ, വഹാബി, മൗദൂദി എന്നൊക്കെ പറയുന്ന അവരുടെയൊക്കെ നിലപാടാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകരുത്, അവരുടെ കെണിയിൽ നമ്മൾ വീണു പോകരുത് എന്ന ഒരു ഉപദേശമാണ് ഇദ്ദേഹം നമുക്ക് തരുന്നത്. നമ്മൾ രണ്ടുപേരും ഷെയ്ഖ് അബൂബക്കറിൻ്റെ മുരീദന്മാർ, ശിഷ്യന്മാരാണ്. നമ്മളോട് അങ്ങനെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ AP അബൂബക്കർ മുസ്ലിയാരെ സംശയം ഉണ്ടായതുകൊണ്ട് പോയതുമല്ല, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു റിപ്ലൈ കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു കടിയായി. പക്ഷെ ഞാനത് ഉസ്മാൻ സഖാഫിയോട് ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. മാത്രമല്ല, ഞാൻ ആ സമയത്ത് ആരാന്നറിയോ? തനിച്ച വഹാബിയ. അപ്പോൾ ഈ നിഫാക്ക് കാന്തപ്രസ്ഥാനിൻ്റെ കൂടെ ഉള്ളപ്പം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവൻ ഇപ്പോൾ ഈ പറയുന്നത്. അവിടെ ദുബൈയിലെ അധികാരിയുടെ അടുത്ത് പോയി അയാളോട് കിട്ടിയ മറുപടി ഇതായിരുന്നു. എന്തേ കാരണം? അവിടെ ഉള്ളത് ആരാ? ഭരണാധികാരിയാ. ഒരു നാട്ടിലെ ഭരണാധികാരി വന്നിട്ട് നമ്മൾ ഈ മലബാറിൽ വന്നിട്ട് പിന്നെ കാന്തപുരത്തുള്ള ഏതോ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് കളവ് പറയണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് പൈസക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയല്ലേ? അയാൾക്ക് പൈസക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയല്ലേ? അയാളാണ് ഇവിടെ 10 ലക്ഷത്തോളം, 5 ലക്ഷം ഏതായാലും ഉണ്ട്, അത്രയും ഉള്ള പണ്ഡിതന്മാരെ മുമ്പിൽ വെച്ചിട്ട് സനത് സേറെ മുബാറക്കാട്ട് കൈമാറുകയും അവിടെ വെച്ച് സനത് ഒപ്പിടിപ്പിക്കുന്നതും. ഈ കൂടിയോൽക്കൊക്കെ വിവരമില്ലാണ്ടായിപ്പോയി എന്നാ പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇവൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ അവർക്കൊന്നും വിവരമില്ലാണ്ടായിപ്പോയി. അതിൻ്റെ അസിൽ തന്നെ അവൻ പറഞ്ഞു പറ്റിക്കുകയും ചെയ്തു. അത് അവിടെ അവനെ പറയരുതേ. കാരണം അവൻ്റെ ഈ വിവരം കെട്ടുകൾക്ക് അങ്ങനെയാണ്. ഈ തെളിവ് ഇങ്ങനെ വന്നും കൊടുക്കുക, ആ തെളിവ് മുഴച്ചും കൊടുക്കുക, അപ്പോഴാണ് ആളെ തിരിയുക. എന്താ പറഞ്ഞത്? എന്നോടത്ത് അവിടുത്തെ പിന്നെ സേറെ മുബാറക്കുള്ള ആളോട് ഞാൻ സനദിൻ്റെ കിതാബ് ഒന്ന് ചോദിച്ചു. ആ സനദിൻ്റെ കിതാബ് തരാൻ അവൻ മടിച്ചു കളിച്ചു. പിന്നെന്ത് ചെയ്തു? എന്നോടൊരു ഉപദേശം തന്നു. ഉസ്താദിനെ ഷാഫി മദ്ഹബിൻ്റെ ഹുക്കുമനുസരിച്ചിട്ട് ഉസ്താദിനെ സംശയലേശമന്യേ വിശ്വസിച്ചു കൊള്ളണം. അത് ഹുക്കുമാണ് പറഞ്ഞത്. ഇവനോ ഷാഫി മദ്ഹബ് പെട്ടവനാണോ ഈ സംശയമായിട്ട് പോയാൽ പിന്നെ ഉസ്താദിനെ രക്ഷപ്പെടുത്തുകയെന്നാ. ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ ഇവൻ പോയിട്ട് സംശയം ചോദിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് ആ കാത്തിബ് സംശയം വെച്ചതുപോലെയാണ്. എന്താ പറഞ്ഞത്? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരായത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ഇവൻ്റെ മനസ്സിൽ ഒന്ന് ഉദിച്ചു. ഉദിച്ചപ്പം അവനെ പറഞ്ഞപ്പം പറഞ്ഞു, അത് തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയ ആയത്ത്, എഴുതൂ, നീ പറഞ്ഞത് തന്നെയാണ്. ഉടനെ തന്നെ പെന്നായിട്ട് ഇട്ട് കൊടുത്തിക്കുക. എന്നിട്ട് പറഞ്ഞ്, ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്കും ആയത്തുകളും ഹദീസും ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് അന്നെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല കളവാണ് പറഞ്ഞതെങ്കിലോ, എന്നാ പിന്നെ ഞാൻ എന്നെ വിശ്വസിക്കാൻ പാടില്ലാനും തീരെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അടുത്തേക്കാട്ട് പോവുകയും ചെയ്തു. ഇവൻ്റെ സ്ഥിതി ഇപ്പം അതല്ല ഉണ്ടായതാണ്. റസൂൽ ഉസ്താദിനെ പേടിച്ച് പിന്നെ ഉസ്താദിനെ സംശയിച്ചിട്ടല്ലേ അപ്പുറം ചെന്നത് അല്ലേ? ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളെ മുമ്പിൽ വെച്ചിട്ട് ആ സനത് ഒപ്പിടിപ്പിച്ചിട്ട് സറോബാർക്ക് കൈമാറുന്നത്. ഇത് കണ്ണോണ്ട് കണ്ട പണ്ഡിതന്മാരവിടെ ഇല്ലായിരുന്നോ? ഇവർക്ക് ആർക്കും ഈ കിതാബിൽ നിന്ന് ഇതൊന്നും തിരിഞ്ഞില്ല. ഇത് എന്തേതാണിത് സീന്നറിയാൻ? മറ്റുള്ള രാജ്യത്തുള്ള ഭരണാധികാരിയല്ലേ വന്ന് ഓന് പൈസക്ക് വല്ല ആവശ്യവും ഉണ്ടോ? ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നിഫാക്കിൻ്റെ അയലുകാരുടെ ഹൃദയത്തിൽ എപ്പോഴും നിഫാക്ക് ഉണ്ടാവും. അവരുടെ മുൻകാല പ്രവർത്തനം കണ്ടാൽ നമുക്ക് തിരിയും. അങ്ങനെ എത്രയോ ആളെ സത്യത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തുക്കണം. ഓലെ കളി കാണാനും ഓനെ സൂക്ഷിക്കണേ, ഓൻ അപകടം. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുത്തണ്ടായി സജീവമായിട്ട് SSF പ്രവർത്തിക്കുക. അന്നേരം തന്നെ കൂടെ ഉള്ളവരും പറഞ്ഞിട്ടുണ്ടോ ഓനെ സൂക്ഷിക്കണേ. ഓൻ ലാസ്റ്റ് കടുത്ത വഹാബിയായിട്ട് അപ്പം പുറത്ത് വന്നു. എന്തെല്ലാം ഫിത്തന അവൻ ഇവിടെ ഉണ്ടാക്കിയത് അതേ സമയത്ത്. അപ്പം എന്നതുപോലെ ആദ്യത്തെ പ്രവർത്തനത്തിൽ തന്നെ കാണും ഇവൻ ഏതാ സാധനമാണ്. എന്നിട്ട് പറയാപ്പോൾ വളരെ ഉഷാറായിട്ട് ഞാൻ എപ്പിൻ്റെ കൂടെ തന്നെ അയിനി മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ അടുത്ത് പോയ കാത്തിബും അങ്ങനെ തന്നെ കേട്ടോ. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ നമുക്ക് വിശദീകരണത്തിൽ വരാം. എൻ്റെ സംസാരത്തിൽ തന്നെ ഇഷ്ടാനുസരണം വിവരക്കേട് തന്നെ ഉണ്ട്. ഇഷ്ടാനുസരണം എൻ്റെ ഒരൊറ്റ വീഡിയോയിലുണ്ട്. ഈ ബിസിനസ് ലക്ഷ്യം വെച്ചു, നിഫാഖ് ഉള്ളിൽ കൊണ്ട് നടന്നു, കാന്തപുരം ഉസ്താദിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേ ഈ പ്രവർത്തിച്ചതാണ് ഈ കാണുന്നത്. എനിക്കുള്ളിൽ നിഫാഖ് ഉണ്ടായിരുന്നു. ആ നിഫാഖ് വെച്ചിട്ടാണ് ഈ സംശയത്തിൽ തീർക്കാൻ വേണ്ടി പോയത്. ഉസ്താദിനെ രക്ഷപ്പെടുത്താനാണ്. അതിന് എൻ്റെ ഇത് വേണ്ട. തൽക്കാലം ഉസ്താദിനെ രക്ഷപ്പെടാൻ ഉസ്താദ് ഏത് കാലത്തും രക്ഷപ്പെടുത്തുക തന്നെയാണ്. അതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മളിപ്പോൾ പറയേണ്ട. ആളപ്പം തിരിഞ്ഞല്ലോ. ഇങ്ങനത്തെ ആളുകളെ നമ്മുടെ ഇടയിൽ പലതും കാണാൻ കഴിയും. അതുകൊണ്ട് ആളുകൾക്ക് ആളെ തിരിഞ്ഞത് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. വേണ്ടി വന്നാൽ പിന്നെയും വരും. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്.